എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ സ്റ്റാറിലേക്ക് സ്വാഗതം. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂൺ 2026 എങ്ങനെയാണ് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാൻ. തൃക്കേട്ട നക്ഷത്രക്കാരുടെ ജൂൺ 2026. ഓക്കെ, ആദ്യം തന്നെ 5 of shells, high priestess energy, traveler, 5 of crystals, 10 of crystals, emperor energy. തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ 5 of crystals and 10 of crystals energy കണക്ഷൻസ് ആണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ പല കാര്യങ്ങളിലും ഈ ലൈഫിൽ നമ്മൾ പലപ്പോഴും ഫയർഫ്ലൈ എനർജിയാണ് ഫസ്റ്റ്. അതായത് ജീവിതം നമ്മളിപ്പോൾ ഇനിയും സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് പല കാര്യങ്ങളും നീട്ടിവെക്കുന്നുണ്ട്. പക്ഷേ നമ്മളുടെ ലൈഫിൽ നമ്മൾ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ അതിൻ്റേതായിട്ടുള്ള സമയത്തിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലാതെ പക്ഷം ലൈഫിൽ പല കാര്യങ്ങളും നമ്മൾ നീട്ടിവെക്കുന്നത് പിന്നീട് അതിൻ്റെ സമയം തോടടുക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ചെയ്യാം എന്ന് ചിന്തിക്കുന്ന കാര്യങ്ങൾക്ക് ചെയ്തു തീർക്കാനായിട്ട് ഒരു സമയം നിങ്ങൾക്ക് കിട്ടിയെന്ന് വരില്ല എന്നുള്ളതാണ്. അതായത് ലൈഫിൽ ഇപ്പോൾ ചെയ്യേണ്ടുന്ന കാര്യം ഇപ്പോൾ ചെയ്യാം, മാറ്റിവെക്കുന്ന ഒരു സ്വഭാവം, ഒരു പ്രൊക്രാസ്റ്റിനേഷൻ നിങ്ങളുടെ ഉള്ളിലുണ്ട് എങ്കിൽ അത് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ചില അതായത് മാനസികമായിട്ട് കുറച്ച് ലൈഫിൽ പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ആ ഒരു സംഘർഷം ജീവിതത്തിൽ ഇതൊക്കെ തീർന്ന് അല്ലെങ്കിൽ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്നിട്ട്, അതായത് ഒരു കാര്യം ഒരു പ്രശ്നമൊക്കെ തീർന്നു കഴിഞ്ഞിട്ട് അടുത്ത ഇതിലേക്ക് പോകാം, അല്ലെങ്കിൽ ഇതൊക്കെ തീർന്നിട്ട് ജീവിക്കാൻ തുടങ്ങാം എന്നൊരു ചിന്തയാണ് പലപ്പോഴും നിങ്ങളുടെ മൈൻഡിൽ. അങ്ങനെ ഒരു ചിന്തയാണെങ്കിൽ അത് മാറ്റിവെക്കുക. എല്ലാ പ്രശ്നങ്ങളും തീർന്നിട്ട് ജീവിക്കാൻ തുടങ്ങാൻ കാത്തിരുന്നാൽ അത് നടക്കില്ല. അതുകൊണ്ട് ലൈഫ് ഗോസ് ഓൺ. എല്ലാ ചാലഞ്ചസിൻ്റെയും ബുദ്ധിമുട്ടുകളുടെയും പ്രശ്നങ്ങളുടെയും നടുവിലൂടെ വേണം ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോകാൻ. അതിനിടയിൽ സന്തോഷങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെയും ലൈഫിൽ പ്രതിസന്ധികളുണ്ട്. ഓരോരുത്തർ അതിനെ ഡീൽ ചെയ്യുന്നൊരു രീതിയാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം എന്ന് പറഞ്ഞത് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടുന്ന ഒരു സമയമാണ്. കാരണം ഇപ്പോൾ നിങ്ങൾ 10 of crystals എനർജി കണക്ഷൻസ് ആണ്, അലിഗേറ്റർ എനർജിയാണ്. അതായത് നിങ്ങളുടെ പവർ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. കെയർഫുള്ളായിട്ട് പ്ലാൻ ചെയ്ത് മുന്നോട്ടേക്ക് പോവുകയാണ് എങ്കിൽ ജീവിത സാധ്യതകൾ, ജീവിതത്തിൽ പ്രത്യേകിച്ച് നിങ്ങളുടെ കരിയർ ലോങ് ടേം സക്സസ് ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇന്ന് അല്ലെങ്കിൽ ഈ ഒരു മാസത്തേക്ക് മാത്രമായിട്ടുള്ള ഒരു വിജയ സാധ്യത എന്നുള്ളതല്ല, ജീവിതകാലം മുഴുവനത്തേക്കുമായിരിക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ ഒരു ലോങ് ടേമിൽ ഒരു 10-15 ഇയേഴ്സ് ഉള്ള അതിൻ്റെ ഒരു അടിത്തറ ഇടാൻ പറ്റിയൊരു സമയം കൂടിയിട്ടാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഇത് സൂചിപ്പിക്കുന്നത് യു ഹാവ് വർക്ക്ഡ് ഹാർഡ്, ലൈഫിൽ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ പുതിയ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ള അവസരമാണ്, പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ്. ബി ഓപ്പൺ ടു റിസീവിങ്. കാരണം നമ്മൾ പലപ്പോഴും നമ്മുടെ മൈൻഡിൽ ഇതെനിക്ക് നടക്കും, എന്നെക്കൊണ്ട് പറ്റും എന്നൊക്കെ ഉള്ളൊരു ചിന്തയായിരിക്കും. നിങ്ങൾക്ക് നടക്കും, നിങ്ങളെ കൊണ്ട് പറ്റും. യു റിസീവ് ബ്ലെസ്സിങ്സ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന അനുഗ്രഹങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലുള്ള നെഗറ്റിവിറ്റി മാറ്റുമ്പോൾ എത്തേണ്ടുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി സ്പീഡിൽ നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. എല്ലാ കാര്യങ്ങളും നോക്കുമ്പോൾ പെട്ടെന്ന് എളുപ്പത്തിൽ നടക്കുന്നതായിട്ട് തോന്നില്ല, ചലഞ്ചസ് ഉണ്ടാവും. പക്ഷേ അത് കണ്ട് ഭയന്ന് നിൽക്കാതെ ആ ചലഞ്ചസിനെ അതിജീവിക്കുകയാണ് ചെയ്യേണ്ടത്. ടേക്ക് ചാർജ്, സിറ്റുവേഷൻ്റെ ചാർജ് ഏറ്റെടുത്ത് മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ബാധ്യതകൾ, പ്രതിസന്ധികൾ മാറി മുന്നോട്ടേക്ക് പോകുന്നു. ജോലി സംബന്ധമായിട്ട് മുന്നോട്ടേക്ക്, കരിയർ സംബന്ധമായിട്ട് മുന്നോട്ടേക്ക് പോകുന്ന എനർജിയും ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ ഹൈ പ്രീസ്റ്റസ് എനർജി ആൻഡ് 5 of crystals എനർജിയാണ്. അപ്പോൾ ഇത് ഒന്ന് ജീവിതത്തിൽ ബാലൻസാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പലപ്പോഴും നമ്മുടെ ലൈഫിൽ നമ്മൾ ലിൻസ് എനർജിയാണ്. അപ്പോൾ അതായത് ബാലൻസ്, കോൺഷ്യസും സബ് കോൺഷ്യസും അൺകോൺഷ്യസ് മൈൻഡും തമ്മിലുള്ള ആ ഒരു എന്താ പറയുക, അതിൻ്റെ ഇടയിൽ കിടക്കുന്ന ചില കാര്യങ്ങൾ നമ്മുടെ മൈൻഡിൽ ഉണ്ടാവും. നമുക്കറിയാം നമ്മുടെ ലൈഫിൽ എന്താ വേണ്ടതെന്ന്. പക്ഷേ പലപ്പോഴും എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് മറ്റാളുകൾ എന്ത് പറയുന്നു, മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു, ഇപ്പോൾ പല കാര്യങ്ങളും ചിന്തിക്കുമ്പോൾ വേറെ ആളുകൾ, ഇപ്പോൾ ഒരു എഞ്ചിനീയർ, ഒരു പ്രൊഫഷൻ, ഒരു എഞ്ചിനീയർ, ഡോക്ടർ എന്ന് കാണുമ്പോൾ ഒരു സ്റ്റാറ്റസ് ആയിട്ട് കാണുന്നു. അതേസമയം തന്നെ വേറെ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഒരാളൊരു ഡോക്ടറാണെന്ന് പറയുന്ന ഒരു ഫീലിംഗ്, ഒരു ആർട്ടിസ്റ്റ് ആണെന്ന് പറയുമ്പോൾ
പല ആളുകൾക്കും, അല്ലെങ്കിൽ ഫേമസ് ആയിരിക്കണം കാരണം കഴിവ് എല്ലാവർക്കും ഉണ്ടാവാം. ഫേമസ് ആയി കഴിഞ്ഞാൽ മാത്രമേ 4 പേര് അതായത് 4 പേര് അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അതേസമയം ഒരു ഡോക്ടറാണെന്ന് പറഞ്ഞാൽ എന്തായാലും ഒരു ഡോക്ടറാണ്, അതിനി നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ഡോക്ടർ എന്നുള്ളൊരു പേര് വരുന്നു. അപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് എപ്പോഴും മറ്റുള്ളവർ എന്ത് ചിന്തിക്കാം സ്റ്റാറ്റസിൽ നോക്കുന്ന ഒരു സിറ്റുവേഷനാണ്. പക്ഷേ നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾക്ക് ശരിക്കും എക്സാക്ട്ലി എന്താണ് വേണ്ടത് എന്നുള്ളത് നിങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. അത് ഈ മറ്റുള്ളവർ അതാണ് ചെറിയ കുട്ടികൾ തീരെ ചെറുതായിരിക്കുമ്പോൾ അവർ ഇന്നസെൻ്റ് ആണെന്ന് പറയും. കാരണം അവർ മറ്റുള്ളവർ പറയുന്ന അനുസരിച്ചിട്ടില്ല, കാരണം മറ്റുള്ളവർ പറയുന്നത് മനസ്സിലാക്കി തുടങ്ങുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ സ്വയം എന്താണ് ആരാണ് സ്വന്തം തോന്നലുകൾ ക്യൂരിയോസിറ്റീസിൻ്റെ പുറകെയാണ് അവർ പോകുന്നത്. ആരെന്ത് പറഞ്ഞാലും ഇപ്പോൾ കുട്ടികൾ അതുകൊണ്ടാണ് ആരെന്ത് പറഞ്ഞാലും അവരിഷ്ടമുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ വളർന്നു വരുമ്പോൾ സൊസൈറ്റി അല്ലെങ്കിൽ ചുറ്റും എത്ര സ്വന്തം ഇഷ്ടത്തിലാണ് ജീവിക്കുന്നു എന്ന് പറയുന്ന ആളുകൾ ആണെങ്കിൽ പോലും പലരും ആ ഒരു ബാഹ്യമായിട്ടുള്ള ഇതിനെ പുറകെയാണ്, അവരറിയാതെ തന്നെ അവരുടെ കോൺഷ്യസ് മൈൻഡിൽ വന്ന് പെട്ടുപോകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്താണ് ചിന്തിക്കുന്നത്, നിങ്ങളുടെ ഡ്രീംസ് എന്താണ് എന്നുള്ളത് ചാനൽ ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണിത്. ശരിയായ രീതിയിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അത് മനസ്സിലാക്കണമെങ്കിൽ അതിന് ടൈം എടുത്ത് സ്ലോ ഡൗൺ ചെയ്തത് റിഫ്ലക്റ്റ് ചെയ്യാം. എല്ലാവരുടെയും ലൈഫ് വളരെ ബിസിയാണ്, ഒന്നിരിക്കാനോ ചിന്തിക്കാനോ ഉള്ള സമയം. ചിന്തിക്കാനെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണ്, ലൈഫ് എന്താണ്, ലൈഫ് പേർപ്പസ് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഉദ്ദേശിച്ചത്. അതർവൈസ് ഫിനാൻസ് കരിയർ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും മുന്നേറ്റം തന്നെയാണ്. ലേഡി ബഗ് വളരെ അധികം ലക്ക് സൂചിപ്പിക്കുന്ന ഒരു സാധ്യത തന്നെയാണ്. അപ്പോൾ ഈ ലക്കി ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയാം. ഗാർഡിയൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗാർഡിയൻ എനർജി എന്ന് പറയുന്നത് ലേഡി ബഗ് ആണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയതായിട്ട് നിങ്ങൾ കണ്ടെത്തിയ ന്യൂ ഫൗണ്ട് ഹാപ്പിനെസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന സമയമാണ്. ഒരു അച്ചീവ്മെൻറ്റിനുള്ളൊരു സമയം കൂടിയിട്ടാണ്. അപ്പോൾ കരിയർ വൈസ് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് എങ്ങനെയാണ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, സാമ്പത്തിക കാര്യത്തിലായിക്കോട്ടെ ജോലി സംബന്ധമായിട്ടായിക്കൊള്ളട്ടെ, അതിജീവിച്ച് മുന്നോട്ടേക്ക് പോകുന്നു. സർക്കാർ ജോലി മറ്റു കാര്യങ്ങൾക്കൊക്കെ ശ്രമിക്കുന്നവർക്കാണെങ്കിൽ അതിന് സാധ്യതയുള്ളൊരു സമയമാണ്. അതേപോലെ നിങ്ങളുടെ ഇമോഷൻസ്, അതായത് ഇമോഷണലായിട്ട് ചിന്തിക്കേണ്ടടുത്ത് നിങ്ങൾ ഇമോഷണലായിട്ട് ചിന്തിക്കുന്നു, അതേസമയം പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കേണ്ട കരിയർ ഫിനാൻസ് സിറ്റുവേഷനിൽ നിങ്ങൾ പ്രാക്ടിക്കലായിട്ടും ചിന്തിക്കുന്നു. അപ്പോൾ രണ്ടിലും നിങ്ങൾക്കൊരു ബാലൻസ് ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ ആണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം കുറച്ച് വളരെയധികം കാമൻ ക്വൈറ്റ് ശാന്ത സ്വഭാവം കാത്തു സൂക്ഷിക്കുന്ന ഒരു സിറ്റുവേഷൻ സൂചിപ്പിക്കുന്നുണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. നിങ്ങൾ എന്ന് പറഞ്ഞ വ്യക്തിയിൽ കുറച്ചുകൂടി വിശ്വാസം വരുന്ന സമയമാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം. അതേപോലെ ഹൈ പ്രീസ്റ്റസ് ആൻഡ് എംപറർ എനർജി ഉണ്ട്. ഫോക്കസ് കൂടുതലായിരിക്കും. അപ്പോൾ പഠിത്ത കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കൂടുതൽ നൽകുന്ന ഒരു സമയം കൂടിയിട്ടാണ്. പലരും നിങ്ങളുടെ ഡ്രീംസ് അല്ലെങ്കിൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുന്ന, വെറുതെ ദിവാസ്വപ്നം കണ്ടിരിക്കുന്ന ആ രീതിയിലല്ല, നിങ്ങളുടെ യഥാർത്ഥത്തിൽ എന്താണ് സ്വപ്നം അതിന് പിറകെ പോകുന്നത് കണ്ടെത്തുന്നു, അത് മനസ്സിലാക്കുന്നു. ഇതിനൊക്കെ പറ്റിയ സമയമാണ്, അല്ലെങ്കിൽ ഇതുമായിട്ട് മുന്നോട്ടേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. ഈ ഒരു ലോകം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ പുതിയ ഓപ്പർച്യൂണിറ്റീസ് ലൈഫിലേക്ക് വരുന്നു എന്നുള്ളത് മാത്രമല്ല, അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന് വേണ്ടത് സ്റ്റെപ്സ് എടുക്കുന്ന ഒരു സിറ്റുവേഷൻ കൂടിയിട്ടാണ്. അപ്പോൾ കുറച്ചുകൂടി പ്രൊമോഷൻ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ്, നിങ്ങൾ ആക്ഷൻ എടുക്കുന്നത്, നിങ്ങളെക്കുറിച്ചിട്ട് മറ്റുള്ളവർ മനസ്സിലാക്കുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് സൂചിപ്പിക്കുന്നത്. ഒരു സ്പിരിച്വൽ കണക്ഷൻ നിങ്ങളിൽ അതേപോലെ കാണിക്കുന്നുണ്ട്. അതേസമയം തന്നെ നിങ്ങൾ കരിയറിലും ഫോക്കസ്ഡ് ആണ്. അപ്പോൾ സ്പിരിച്വാലിറ്റി, കരിയർ, ഇതൊക്കെ നല്ല രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ചോയ്സസ് നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുന്നു, എന്താണ്, എങ്ങനെയാണ്, എവിടെയാണ് മുന്നോട്ടേക്ക് പോകേണ്ടത് എന്നുള്ളത്. അതേപോലെ ട്രാവലർ എനർജി ആൻഡ് 10 ഓഫ് ക്രിസ്റ്റൽസ് എനർജിയാണ്. യാത്രകൾക്ക് സാധ്യത, ഇത് ലിറ്ററലി യാത്രകൾ സൂചിപ്പിക്കുന്നുണ്ട്. പല ഇടങ്ങളിൽ, പല ദേശങ്ങളിൽ യാത്രകൾക്ക് പോകാൻ പറ്റിയൊരു സാഹചര്യം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നു. പല ഇടങ്ങളിലേക്ക് നിങ്ങൾ ലൈഫിൽ നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളായിരിക്കും. അതായത് മനസ്സിൽ ആഗ്രഹം ഉണ്ടാവും ഇന്നൊരു സ്ഥലത്ത് പോകണമെന്ന്, പക്ഷെ അവിടെ എപ്പോഴെങ്കിലും എത്തിപ്പെടാൻ പോകാൻ പറ്റുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല. അതിനുള്ളൊരു അവസരമാണ് ഈ ഒരു മാസത്തിൽ വരുന്നത്. നിങ്ങളുടെ ഡ്രീം ഹോളിഡേ ഡെസ്റ്റിനേഷൻ എന്നൊക്കെ പറയുന്നിടത്തേക്ക് പോകാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ. ചെറിയ ചെറിയ യാത്രകൾ ലോക്കലായിട്ടുള്ള ഇടങ്ങൾ, ലോക്കലാണെങ്കിൽ പോലും ഇത്രയും ഭംഗിയുള്ള അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ നമ്മൾ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. പല ആളുകളും വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ സ്വന്തം നിങ്ങൾ ജീവിക്കുന്നിടത്ത് അടുത്ത് കാണുന്ന സ്ഥലത്തേക്ക് പോകാൻ ഒരിക്കലും ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സിറ്റുവേഷനാണ് എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്.
അപ്പോൾ അങ്ങനെയുള്ള കൊച്ചു യാത്രകളും വലിയ ദൂരയാത്രകളും ഒക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട് ചുറ്റുപാടും. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു മാസം നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.